ക്ലയോപാസിൻ്റെ കൂടെ എമ്മാവസിലേക്ക് പോയത് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. ചോദ്യം ഉത്തരം പങ്ക്തി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ലൂക്കായുടെ സുവിശേഷം 24 അധ്യായം 13 മുതലുള്ള തിരുവചനങ്ങളിൽ ക്ലയോപാസ് എന്ന് പറയുന്ന ഒരാളും പിന്നെ ഒരു അജ്ഞാത ശിഷ്യനും എമ്മാവസിലേക്ക് പോകുന്ന സംഭവം വർണ്ണിച്ചിട്ടുണ്ട്. യേശു ഉത്ഥാനം ചെയ്ത ആഴ്ചയുടെ ആദ്യ ദിവസം തന്നെ അവരിൽ 2 പേർ എമ്മാവസിലേക്ക് പോയി എന്നാണ്. ഒരാളുടെ പേര് വെളിപ്പെടുത്തിയിട്ടുണ്ട്, അത് ക്ലയോപാസ്. മറ്റത് അജ്ഞാതനായ അനുയാത്രികനാണ്. ആരാണ് ഈ അജ്ഞാതൻ അല്ലെങ്കിൽ അജ്ഞാത? നമുക്ക് തിരുവചനങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാം. ലൂക്ക 24:13. അന്ന് തന്നെ അവർ 2 പേർ യെറൂസലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മാവുസ് എന്ന ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ ഈ സംഭവത്തിനെക്കുറിച്ചെല്ലാം പരസ്പരം സംസാരിച്ചു കൊണ്ടിരുന്നു. സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശു അടുത്ത് ചെന്ന് അവരോട് ചേർന്ന് നടന്നു. 18 വാക്യം 24:18 ലൂക്ക. ക്ലയോപാസ് എന്ന പേരുള്ളവൻ ചോദിച്ചു, യെറൂസലേമിലെ പരദേശികളിൽ നീ മാത്രം ഈ നാളുകളിൽ അവിടെ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നുവോ? ക്ലോപ്പ എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരാളെക്കുറിച്ച് അല്ലെങ്കിൽ ഇദ്ദേഹത്തെക്കുറിച്ച് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രൊനൗൺസിയേഷൻ വ്യത്യാസം യോഹന്നാന്റെ സുവിശേഷം 19:25 കാണാം. യേശുവിൻ്റെ കുരിശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലോപ്പായുടെ ഭാര്യ മറിയവും മഗ്ദലനക്കാരി മറിയവും നിന്നിരുന്നു. എമ്മാവസിലേക്ക് പോയ ക്ലയോപാസ് തന്നെയാണ് ഈ ക്ലോപ്പ എന്നും ക്ലയോപാസിൻ്റെ കൂടെ എമ്മാവസിലേക്ക് പോയത് കുരിശിന് താഴെ നിന്നിരുന്ന അയാളുടെ ഭാര്യയാണെന്നും ചിലർ വ്യാഖ്യാനിക്കുന്നു. അത് ശരിയാണ്? ഇതാണ് ചോദ്യം. നമുക്കൊന്നുകൂടി കേൾക്കാം. കുരിശിന് താഴെ നിന്നത് ക്ലോപ്പായുടെ ഭാര്യ, എമ്മാവസിലേക്ക് പോയത് ക്ലയോപാസ്. ക്ലോപ്പ തന്നെയാണ് ക്ലയോപാസ് എന്നാണ് നിഗമനം. അൽഫേയുസ് എന്നും ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നു. പാരമ്പര്യമനുസരിച്ച് യൗസേ പിതാവിൻ്റെ ഇളയ സഹോദരനാണ് ക്ലയോപാസ് അഥവാ ക്ലോപ്പ. അങ്ങനെയെങ്കിൽ മറിയത്തിൻ്റെ ഭർത്താവിൻ്റെ ജോസഫിൻ്റെ അനിയൻ ക്ലോപ്പ അല്ലെങ്കിൽ ക്ലയോപാസ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ കുരിശിന് താഴെ. അപ്പോൾ ചേട്ടൻ്റെ ഭാര്യയെ ആശ്വസിപ്പിക്കാൻ ഭർത്താവിൻ്റെ അനിയൻ്റെ ഭാര്യ കുരിശിന് താഴെ നിൽക്കുന്നു. അങ്ങനെയെങ്കിൽ എമ്മാവസിലേക്ക് ക്ലയോപാസിൻ്റെ കൂടെ പോയത് അയാളുടെ ഭാര്യയായിരുന്നിരിക്കില്ലേ? ക്ലയോപാസും ഭാര്യയും യെറൂസലേമിൽ നിന്ന് 7 നാഴിക അകലെയുള്ള എമ്മാവസിലായിരിക്കും താമസിച്ചിരിക്കുക. അപ്പോൾ 7 നാഴിക 7 മൈൽ എന്ന് പറഞ്ഞാൽ ഒരു 12 കിലോമീറ്റർ, അത്ര അധികമില്ല. ഒരു ദിവസം അക്കാലത്തൊക്കെ ഒരു ദിവസം നടക്കുക 25-35 കിലോമീറ്ററാണ് നടപ്പിൻ്റെ വേഗതയ്ക്കനുസരിച്ച്. അപ്പോൾ സാധ്യതകളുണ്ടെന്നാണ്. ആ സാധ്യതയോട് കുറച്ചുകൂടി കൂട്ടിച്ചേർക്കുന്ന മറ്റൊരു സാധ്യതയാണ് ഈ ചരിത്രകാരനായ ഹെഗേസിപ്പുസ് എന്ന് പറഞ്ഞ ഒരാൾ AD 150 എന്ന് വെച്ചാൽ 2-ാം നൂറ്റാണ്ടിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ക്ലയോപാസും ഭാര്യ മറിയവും യേശുവിൻ്റെ കസിനായ ശിമയോൻ്റെ മാതാപിതാക്കളായിരുന്നു. യേശുവിൻ്റെ കസിനായിരുന്ന യാക്കോബ് യെറൂസലേമിലെ മാതൃസഭയുടെ തലവനായിരുന്നു. അത് നടപടി ഗ്രന്ഥത്തിൽ 15-ാമത്തെ അധ്യായത്തിൽ സൂചനയുണ്ട്. അദ്ദേഹം ഈ യാക്കോബ് AD 62 കൊല്ലപ്പെട്ടു. അപ്പം അതിന് പിന്നാലെ യെറൂസലേമിലെ മാതൃസഭയുടെ മെത്രാനായി നിയമിക്കപ്പെട്ടത് ഈ ശിമയോനാണ്. അതായത് ക്ലയോപാസ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ മറിയം, അവരുടെ മകൻ ശിമയോൻ, അത് യേശുവിൻ്റെ കസിൻ. അപ്പോൾ മറ്റൊരു കസിനായ യാക്കോബ് കൊല്ലപ്പെട്ടപ്പോൾ ഈ കസിൻ ശിമയോൻ, ക്ലയോപാസിൻ്റെയും ഭാര്യ മറിയത്തിൻ്റെയും മകനായ ശിമയോനാണ് യെറൂസലേമിലെ മാതൃസഭയുടെ തലവനായി നിയമിക്കപ്പെട്ടത്. AD 70 യെറൂസലേം നഗരത്തിൻ്റെയും ദേവാലയത്തിൻ്റെ നാശത്തിന് മുമ്പ് പെല്ല എന്ന നഗരത്തിലേക്ക് ക്രിസ്ത്യാനികൾ കൊണ്ടുപോകുന്നുണ്ട്. അത് ഈ ശിമയോൻ്റെ നേതൃത്വത്തിലായിരുന്നു.
പെല്ലായിലേക്ക് ഓടിപ്പോകാനുള്ള ആ സംഭവമൊക്കെ നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ മറ്റും കാണുന്നുണ്ട് 13-ാമത്തെ അധ്യായത്തിൽ. അപ്പോൾ ഈ പെല്ല എന്ന നഗരത്തിലേക്ക് ക്രിസ്ത്യാനികൾ കൊണ്ടുപോയത് ഈ ഷിമയോൻ എന്ന് പറയുന്ന മാതൃസഭയുടെ തലവനായ മെത്രാൻ്റെ നേതൃത്വത്തിലാണ് എന്നാണ് ഈ ഹെഗസിപ്പസ് AD 150 രേഖപ്പെടുത്തിയിരിക്കുന്നത്. സിയോൻ മലയിൽ ആദ്യത്തെ ക്രിസ്ത്യൻ പള്ളി അല്ലെങ്കിൽ ആ സമുദായം സ്ഥാപിച്ചതും ഈ ഷിമയോനാണ് എന്നാണ് പാരമ്പര്യം. ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിലാണ് ചിലർ ഈ ക്ലയോപ്പാസിൻ്റെ കൂടെ എമ്മാവസിലേക്ക് പോയത് ഈ ക്ലയോപ്പാസിൻ്റെ അല്ലെങ്കിൽ ക്ലോപ്പായുടെ ഭാര്യയാണ് എന്ന നിഗമനത്തിലെത്തുന്നത്. പക്ഷേ ഈ നിഗമനത്തിന് വലിയൊരു പ്രശ്നമുണ്ട്. നമ്മൾ തിരുവചനത്തിൽ കണ്ടത് എന്താണ്? അന്ന് തന്നെ അവരിൽ രണ്ടുപേർ 2 ഓഫ് ദം എന്നാണ്. ഈ 2 എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ദുവോ എന്നാണ് ഗ്രീക്കിൽ. അത് പക്ഷെ പുല്ലിംഗത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് മലയാളത്തിൽ അത്ര കണ്ട് ക്ലിയർ ആവില്ല. അവരിൽ 2 പേർ എന്ന് വെച്ചാൽ അവർ എന്നുള്ളത് സ്ത്രീലിംഗാണോ പുല്ലിംഗാണോ കൃത്യമല്ല. പക്ഷെ ഗ്രീക്കിൽ പുല്ലിംഗമാണ്. അതായത് 2 പേരും ആണുങ്ങളാണ്. അവരിൽ 2 ആണുങ്ങൾ, അവരിൽ 2 പുരുഷന്മാർ അന്ന് തന്നെ എമ്മാവസിലേക്ക് പോയെന്നാണ്. അപ്പോൾ 2 പേരും എന്ന് ഉപയോഗിച്ചിരിക്കുന്ന ദുവോ എന്ന വാക്ക് പുല്ലിംഗത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ട് കൂടെയുള്ളത് ക്ലയോപ്പാസിൻ്റെ കൂടെയുള്ളത് ഒരു സ്ത്രീയാണ് എന്ന നിഗമനത്തിലെത്തുന്നത് പ്രശ്നമായിരിക്കും. അപ്പോൾ ചിലർ പറയുന്നത് ക്ലയോപ്പാസിൻ്റെ കൂടെ പോയത് അദ്ദേഹത്തിൻ്റെ മകനായ ഷിമയോനാണ്. പിന്നീട് യെറൂസലേമിൽ യാക്കോബിന് പിന്നാലെ മെത്രാനായി ഷിമയോനാണ്. അങ്ങനെയാണ് ഈ ഇങ്ങനെ പുല്ലിംഗ രൂപത്തിലായതുകൊണ്ട് 2 പേരെന്നുള്ള വാക്ക് 2 എന്നുള്ള വാക്ക് ഗ്രീക്കിൽ ഒറിജിനൽ മൗലിക പാഠത്തിൽ പുല്ലിംഗത്തിലായതുകൊണ്ട് ക്ലയോപ്പാസിൻ്റെ കൂടെ പോയത് ക്ലയോപ്പാസിൻ്റെ മകൻ ഷിമയോനാണ് എന്നാണ് ചില വേദശാസ്ത്രികൾ പറയുന്നത്. വേറൊരു നിർദ്ദേശവും നൽകപ്പെടുന്നുണ്ട്. ഈ ക്ലയോപ്പാസിൻ്റെ കൂടെ പോയ മറ്റേ ശിഷ്യൻ ആരാണ് എന്നതിന് വേറെ ചില നിർദ്ദേശങ്ങളും ചില വേദശാസ്ത്രികൾ നൽകുന്നുണ്ട്. അത് നമുക്ക് നാളെ കേൾക്കാം. എന്നിട്ട് ഞാൻ എൻ്റെ നിഗമനം നാളെ പറയാം.